നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ മാത്രമേ ശരിയുള്ളൂ എന്ന ചിന്തയാണ്. ബാക്കി എല്ലാവരും തെറ്റാണ്. നമ്മളെല്ലാവരെയും കുറിച്ച് കുറ്റം പറയുന്നു, വിധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ മാത്രമേ ശരിയുള്ളൂ, ഞാൻ ചെയ്യുന്നത് മാത്രമാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് നല്ലതുള്ളൂ. അങ്ങനൊരു ചിന്ത നമുക്ക് മാറ്റാം. അവരും മനുഷ്യരാണ്, അവരെയും ബഹുമാനിക്കാൻ, അവരെയും മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഫരീസയരും നിയമജ്ഞരും ശിഷ്യരെ കുറ്റപ്പെടുത്തുകയാണ്. ആ സമയത്ത് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയം കൊണ്ട് എന്നെ ആരാധിക്കുന്നില്ല, ഹൃദയം കൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ളവരും നമ്മുടെ കൂടെയുള്ളവരെയും നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അവരുടെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. ഒന്ന് അരികിലിരുന്ന് ചേർന്നിരിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് ചേർത്ത് വെക്കുമ്പോഴാണ് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുക. ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുക, ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുക, മക്കളെ മനസ്സിലാക്കാൻ പറ്റുക. ഈ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഹൃദയം കൊണ്ടൊന്ന് മനസ്സിലാക്കുക. കൂടെയുള്ള സഹോദരിമാരെ ഹൃദയം കൊണ്ടൊന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും അവരത് പറഞ്ഞത് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാനുള്ളൊരു മനസ്സില്ല. കാടടച്ച് വെടിവെക്കുന്നൊരു സമ്പ്രദായം നമ്മളൊക്കെ ചുറ്റുപാടുള്ളത്. എല്ലാവരെയും ആർക്കെങ്കിലുമൊക്കെ കൊള്ളട്ടെ, ആര് നശിച്ചാലും കുഴപ്പമില്ല, ആര് ചത്തുപോയാലും കുഴപ്പമില്ല, ഞാൻ ശരിയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ആ കണ്ണുനീരിൽ നിന്ന് നൃത്തം ചവിട്ടുന്ന വ്യക്തിയായിട്ട് മാറാതിരിക്കട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കാം.